ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖമായിരിക്കണം കേട്ടോ. ഈ ഒരു ഹോം കമ്മിങ് പാർട്ട് 2 വീഡിയോയിൽ വരണം എന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. സോ വരാനുള്ള കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാരണമാണ്. ബിക്കോസ് ഹോം കമ്മിങ് പാർട്ട് 1 ഒരുപാട് ആൾക്കാരുടെ കമന്റ്സ് കണ്ടു. ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ പറഞ്ഞു, ഒരുപാട് ആൾക്കാർ സന്തോഷം പ്രകടിപ്പിച്ചു, കുറെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതും അറിഞ്ഞു. സോ കമന്റ്സ് പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഒരു വീഡിയോ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ പോസിറ്റീവും നെഗറ്റീവും വരിക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ നമ്മൾ എങ്ങനെ എടുക്കണു എന്നുള്ളതാണല്ലോ അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. സോ ഇതില് ഞാൻ ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക് അങ്ങനെ ആയതുകൊണ്ടാണ്. സോ ബേസിക്കലി നമ്മള് എന്താ പറയുക, ആ ഒരു ടോപ്പിക് പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ആ പാരന്റിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ഒരാളോട് പറയുക എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ എന്നാണ് എന്റെ അഭിപ്രായം. സോ ഇതിൽ ഞാൻ കാണുന്നത് ഓരോരുത്തരുടെ കമന്റ്സും കളിയാക്കിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ മോളും അവിടെ നമ്മുടെയൊക്കെ മക്കൾ പുറത്ത് തന്നെയാണ്, അവർക്കൊന്നും ഇങ്ങനെയല്ല നമ്മൾ ഉപദേശം കൊടുക്കുന്നത്, എന്താണ് പറയുക, ഒരു റോബോട്ടിക്കിനെ പോലെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് പറയുന്ന അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. പാരന്റിങ്ങിനെ കുറിച്ചിട്ടും നിങ്ങൾ എന്താ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്, റൈറ്റ്? അത് നിങ്ങളുടെ കാഴ്ചപ്പാട്. ഇതിലിപ്പോ ഞാൻ എന്താണോ കാണിച്ചിരിക്കുന്നത് അത് എന്റെ കാഴ്ചപ്പാട്, റൈറ്റ്? അപ്പോൾ എനിക്ക് തോന്നുന്നത് എപ്പോഴും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, വിനി പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചൂടെ, എങ്ങനെ ആയിരിക്കണം ഇത് എന്നുള്ളത് പറഞ്ഞൂടെ, എന്തുകൊണ്ട് ആ ടോപ്പിക് എടുക്കാത്തതെന്നറിയോ? ആ ടോപ്പിക് എടുക്കാത്തതിന്റെ മെയിൻ കാരണം തന്നെ ഒരു വീട്ടിലത്തെ സാഹചര്യം, ഒരു ഫാമിലി ബോണ്ടിങ്, ഇല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ അവരെങ്ങനെയാണോ അതിനെ ഡീൽ ചെയ്ത് കൊണ്ടുപോകുന്നത്, അവരെങ്ങനെയാണോ പാരന്റിങ് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കില്ല ഇന്നൊരു കുടുംബത്തിൽ നടക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, എന്റെ അമ്മ എന്നെ വളർത്തിയ പോലെയല്ല ഞാൻ മനുവിനെയും കിച്ചുവിനെയും വളർത്തുന്നത്. നിങ്ങളുടെ അമ്മ നിങ്ങളെ വളർത്തിയ പോലെയല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയിട്ടുണ്ടാവുക, അല്ലെ? അപ്പോൾ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് നമുക്ക് ശരിയെന്ന് തോന്നാറില്ല. അതേ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ അത് എന്റെ ടൈപ്പ് ഓഫ് പാരന്റിങ് ആണ്, അല്ലെ? അത് അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അതിനെ കുറിച്ചിട്ട് നമുക്ക് കളിയാക്കാനോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കമന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതാണ് ശരി എന്ന് പറയാനോ നമുക്ക് അവകാശമില്ല. ബിക്കോസ് അതിൽ എഴുതിയിരിക്കുന്നത് എല്ലാവരും, അതിൽ എഴുതിയിരിക്കുന്ന പല കമന്റ്സും എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. എന്നാൽ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ മോൻ എന്താണോ ആവശ്യം, ഇല്ലെങ്കിൽ എൻ്റെ മോൻ അവിടെ എന്ത് തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ ആ തെറ്റ് ചെയ്ത് സാധ്യതയുള്ളതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിലോ ഇനിയൊക്കെ അവർ എപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് ചോദിച്ചവരുണ്ട്. അവൻ ഡെഫിനറ്റ്ലി 100% ഇൻഡിപെൻഡൻ്റ് ആണ്. അവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ്, അവനൊരു വീട് വേണം, താമസിക്കണം, അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ അവൻ ആ തെറ്റുകൾ പറ്റിയിട്ട് ഞാൻ കാണാറുള്ളത് കൊണ്ട്, അപ്പോൾ അവൻ ഇത്രയും ദിവസം നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് കൊണ്ടും നമുക്ക് പെട്ടെന്ന് പോയിട്ട് കാര്യങ്ങൾ തീർക്കാൻ പറ്റാത്തതുകൊണ്ടും, എന്തെങ്കിലും ഒന്ന് മറന്നു, അയ്യോ അമ്മേ ഞാനത് ചെയ്തില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി പോട്ടെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടും, അതൊക്കെ സാഹചര്യം കൊണ്ട് നമ്മൾ അവർ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ കാര്യവും ഒന്ന് ഒതുക്കുക എന്നുള്ള നിലയിലും നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ള നിലയിലും മാത്രമാണ് അത് ചെയ്തത്. ആ സംഭവം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. അത് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. ബിക്കോസ് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വിധത്തിലുമായിട്ടുള്ള കമന്റ്സ് എനിക്ക് കേൾക്കേണ്ട ബാധ്യസ്ഥ ഞാനാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് എന്തായാലും തരണമല്ലോ. വൈ ഡിഡ് ഐ പോസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനുള്ള ക്ലാരിഫിക്കേഷനാണ്. ഇത് എൻ്റെ രീതിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ദാറ്റ് ഇസ് യുവർ ചോയ്സ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി അവിടെ നിങ്ങളുടെ കുട്ടികൾ പഠിക്കേണ്ടത്, ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, കുഴപ്പമില്ല, ചെയ്യണ്ട, അത് നിങ്ങളുടെ രീതി, ഞാൻ എൻ്റെ രീതിയാണ്,
അതിലൊരു തെറ്റില്ലല്ലോ. അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയാൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാട്. ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തെറ്റായിട്ട് തോന്നിയാൽ അത് എൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ നമ്മളൊരു ടോപ്പിക്കിൽ ഒരാളെ കളിയാക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പിക്കിൽ ഒരാൾക്ക് ഒരു കാര്യം പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം യൂണിവേഴ്സൽ ആയിരിക്കണം. ആ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റണം. നേരെ മറിച്ച് ഈ പാരന്റിങ് ഒന്നും നമുക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റില്ല. നമുക്ക് പറയാനേ പറ്റില്ല. എന്ന് വെച്ചാൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തെറ്റായിരിക്കും, നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നത് എനിക്ക് ശരിയായിരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ ഇനിയിപ്പോൾ പാർട്ട് 2 വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് പാർട്ട് 2 ആണ്. ആ പാർട്ട് 2 പല സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നണം എന്നില്ല. പക്ഷെ ഇതാണ് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന രീതി. അപ്പൊ അത് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. വീണ്ടും ഒരുപാട് പേർക്ക് കമന്റ്സ് ഇടാം. വീണ്ടും പോസിറ്റീവും നെഗറ്റീവും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അതെന്തുകൊണ്ട് ആ വീഡിയോ ഇട്ടു എന്നുള്ളത് പറയാൻ ഐ എം കമ്മിറ്റഡ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന് ഇത് പറഞ്ഞിട്ട് മറ്റേത് പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ കമൻസ് എഴുതിയ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളെല്ലാം പറഞ്ഞതെല്ലാം കേട്ടിരിക്കുന്നു. പക്ഷെ എൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ പാർട്ട് 2 ഹോം കമ്മിങ് നിങ്ങൾക്ക് ഇതാ വരുന്നു, കണ്ടോളൂ. സോ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന്റെ സ്നേഹം കൊണ്ട് വാങ്ങിയിട്ട് വന്നാൽ ഞാൻ എന്തൊക്കെ ഇപ്പൊ ഒരു മിനിറ്റ് കൊണ്ട് ആലോചിച്ചെന്ന് പറയൂ. സിംഗപ്പെണ്ണേ അതൊക്കെ വെരി നൈസ്. ഇത് ആർക്ക് കൊടുക്കാനാ? എന്താ കാര്യം? ഫുട്ബോളിന്റെ ജേഴ്സി. ഓക്കെ, എന്ത് പറയണു? വാട്ട് ഈസ് യുവർ, ഹൗ ഈസ് യുവർ year 1 completion of medicine? Not bad. പഠിച്ച് അങ്ങനെയൊന്നുമില്ല. I don't think so. I killed myself. Maybe for exam seasonൽ ഞാൻ കുറെ ലേറ്റ് ആയിട്ട് ഇരിക്കുന്നത്, കോഫി ഭയങ്കരമായിട്ട് കുടിക്കുന്നത്. പക്ഷെ other than that, the first thing I heard when I came was to enjoy the process of studying. So if you can, then I think it was quite easy. So keep already scholarship kitti, appo it's going to be a pretty fun summer. I think a well deserved break item. Very good. Anyway, yes. Congratulations. Thank you. I think it was a good show. Yeah. Pina year 1 was a real അതെ ഈ കടക്കട അതെ. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ വരയ്ക്കും എൻ്റെ പുത്രൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. സോ യെസ്, വെൽക്കം ഹോം. അതെ, പക്ഷെ ഇപ്രാവശ്യം ഇതൊന്നുമില്ല കണേട്ടാ. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് തന്നിരിക്കുന്ന ടാർഗറ്റ് എന്താ അറിയോ? ഞാൻ എന്താണോ അവന് പറഞ്ഞു കൊടുക്കാത്തത് അത് ഉണ്ടാക്കാൻ. അതായത് ആദ്യം വരുന്ന സമയത്ത് എന്തായിരുന്നു, എനിക്ക് തൈരും ചോറും വേണം, എനിക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരി വേണം, എനിക്ക് അങ്ങനെ. ഇപ്പൊ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാൻ പഠിച്ചു, എന്റെ രീതിയിൽ മുട്ട ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു, പാലക്കാടൻ ഓംലേറ്റ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് എന്താ പറയണെന്നറിയാം, ഞാൻ ഇഷ്ടപ്പെടണത് പക്ഷെ ഞാൻ അവിടെ ഉണ്ടാക്കാത്തത്. ഫോർ എക്സാമ്പിൾ ദോശ, ഉള്ളി സമ്മന്തി, പൂരി, ഭാജി, അങ്ങനത്തെ അവൻ കഴിക്കാത്തതായിരിക്കണം ഞാൻ അവന് കൊടുക്കണം. അമ്മയ്ക്കൊന്നും അറിയില്ല അത്. അമ്മ ഉണ്ടാക്കണ ഫ്രീസർ പരിപ്പ് തക്കാളി ഒന്നുമല്ല എന്റെ. ഞാൻ ഉണ്ടാക്കിട്ട് നീ പറയും. എക്കറി, മുട്ടക്കറി. റെസിപ്പി പറഞ്ഞു തരാനൊന്നും പറ്റില്ല, ഉണ്ടാക്കി തരാം, എനിക്ക് ടേസ്റ്റ് ചെയ്യാം. ഒരു കാര്യം ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, എന്റെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ് അതൊന്നുമില്ല, ഓരോരുത്തർക്ക് ഓരോ കൈപ്പുണ്യുണ്ട്. അല്ല ഞാൻ എന്താണ് അല്ല ഞാൻ ഇട്ടിരിക്കുന്നത് ശരി, രണ്ട് ടേസ്റ്റ് ചെയ്യ്, ഒരെണ്ണം പറഞ്ഞു തരാം, യുവർ ചോയ്സ്. എനിക്ക് എക്കറി മതിയോ? എക്കറി പറഞ്ഞു തരാം. എപ്പോഴായിരിക്കും ഞാൻ രാവിലെ ജോലിക്ക് പോയാൽ? ജൂലൈ ബിആർഎം കഴിഞ്ഞിട്ട്. അല്ല ഞാൻ രാവിലെ ജോലിക്ക് പോയാൽ തലേ ദിവസം നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഏതിന്?
ഹൈദരാബാദി ദം ബിരിയാണി ഒന്നും അല്ലല്ലോ. ശരി, അപ്പോ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കൂട്ടുകാരെ. കഴിക്കണോ എന്തെങ്കിലും? കോക്കനട്ടോ? രാത്രിയോ? സമയം 1:10 വിവരം. 1:10 വിവരം. അല്ല, ഇളനീര് വെള്ളമാണ് വേണ്ടതെങ്കിൽ വീട്ടിലുണ്ട്. അമ്മ കോക്കനട്ടിന്റെ ഇളനീര് വെള്ളം വീട്ടിലുണ്ട്. പക്ഷെ നമുക്ക് ഇളനീര് വെട്ടിച്ചത്തി ഇപ്പൊ തന്നെ കുടിക്കണമെന്നുണ്ടെങ്കിൽ അത് അല്ല, സ്മൂതി വല്ലതും, ചിക്കു, ഓക്കെ, എന്താണ് പറയാ, ടെൻഡർ കോക്കനട്ട്. ടെൻഡർ കോക്കനട്ട് മിൽക്ക് ഷേക്ക്, സ്മൂതി കഫറ്റേരിയയിൽ കിട്ടില്ലേ ടെൻഡർ കോക്കനട്ട്? ഞാൻ ടെൻഡർ കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് സ്മൂത്തി ഉണ്ടാക്കി തന്നാ മതിയോ? അല്ല, ടെൻഡർ കോക്കനട്ട് സ്മൂത്തി ഉണ്ട് എന്റെ അടുത്ത്. ഞാൻ അത് വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. ഓക്കെ, അപ്പൊ എന്നാട്ട് വീട്ടിക്ക് നേരെ വീട്ടിക്ക്. രാത്രി എത്ര മണിക്ക്? 1:10. അപ്പൊ 1:30 ടെൻഡർ കോക്കനട്ട് സ്മൂത്തി. അങ്ങനെ നമ്മൾ മോനെ പിക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ദുബായിലുള്ള എല്ലാവർക്കും അറിയാം, ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് ബ്ലെൻഡ്സ് കിട്ടുന്നുണ്ട്. അതിൽ ഇളനീരുണ്ട്, ടെൻഡർ കോക്കനട്ട് ഉണ്ട്, മാംഗോ ഉണ്ട്, ചിക്കു ഉണ്ട്, അതേമാതിരി പിന്നെ 2-3 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പ്യുവറായിട്ടുള്ള ഫ്രൂട്ട് ബ്ലെൻഡാണ്. അതിനെ നമുക്ക് എടുത്തിട്ട് മിക്സിയിലിടുക. പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിലാക്കാം, ഇല്ലെങ്കിൽ പാലിൽ ആക്കാം. ഇതാണ് നമ്മൾ അവന് വേണ്ടി ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല, ഇത് വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അവനുള്ളത് മാത്രമാണ് ഉണ്ടാക്കുന്നത്. പാലൊഴിച്ചു, അടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള ഇളനീര് മിൽക്ക് ഷേക്ക് റെഡിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു സ്മൂതി ഇല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പും കൂടി ഇട്ടിട്ട് എങ്ങനെയാണോ കഫറ്റേറിയയിൽ കിട്ടുന്നത് അതുപോലെയാണ് ഞാൻ അവന് കൊടുത്തത്. അല്ലല്ല, ടെൻഡർ കോക്കനട്ട്. Or welcome home. oh yeah, oh my god. Advantage of having a chef. Oh wow, you don't know how much I needed this one. Let me sit there. ഓക്കെ, കൊണ്ടുപോക്കോ മുകളിലേക്ക്. സമാധാനമായിട്ട് കുടിച്ചോ. No, okay. കുടിച്ചിട്ട് പോ, അല്ലെങ്കിൽ വീഴുപോ. There is something called fruit which is available in Dubai. They have mango, tender coconut. വെറുതെ പാല് മാത്രം ഒഴിച്ചാൽ മതി. എനിക്ക് എങ്ങനെയാ നിനക്ക് തരികയെന്ന് അറിയില്ല അവിടേക്ക് കൊണ്ടുപോകാൻ. അല്ല, നൈസ്, ഓക്കെ, താങ്ക് യു. ശരി, ഇനി ആരോഗ്യം നന്നാക്കും. 3 മാസമുണ്ട്. ഓക്കെ ഓക്കെ, മുകളിൽ പോയിക്കോളൂ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവൻ ചോദിച്ച സെയിം സംഭവം, ദോശ, അതേമാതിരി തന്നെ ഉള്ളി സമ്മന്തി, പിന്നെ അവനിഷ്ടമുള്ള പീനട്ട് ചട്നിയും കൂടി ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം അവന് അവിടെ ശരിയായില്ല. ദോശ എന്തോ അപ്പം തന്നെ പൊടി കലക്കിയിട്ട് പുളിക്കാൻ വെക്കാതെ അറിയാതെ ഉണ്ടാക്കി ഇത്ര. അപ്പോൾ എന്തോ മാവ് ഉഴുന്നോ എന്തോ കഴിക്കണ പോലെ ഉണ്ടായിരുന്നു എന്ന് അന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. സോ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പാലക്കാടൻ കാന്തി, അതേമാതിരി തന്നെ നല്ല പീനട്ട് ചട്നി, പിന്നെ ദോശ. മുന്നാ കഴിക്കാൻ വരൂ, ചൂടാറുട്ടാ. Yet another peanut chutney and I tried making this day. നീ ദോശ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? ഞാൻ രാത്രി പഠിക്കുമ്പോൾ വിചാരിച്ചു let me try. Okay. Did not go well. ഓക്കെ, ശരി. ഈ മുഴുവൻ കാന്തിയും കഴിച്ചാൽ നാളെ സംഭവബഹുലമായ പോക്കായിരിക്കും. സോ ഹാവ് വാട്ട് ഇറ്റ് ഇസ് വാണ്ടഡ് ഓൺലി. ഓക്കെ,
No matter what. Okay. Mangoes, enjoy your time in summer. I don't know how far you have had mangoes there. Yeah. Oh my days. Yeah, you're going to ensure I go back with the most energized way possible. അതെ, നഷ്ടപ്പെട്ട എല്ലാ എനർജിയും നമ്മൾ ഈ 3 മാസം കൊണ്ട് പിടിച്ച് നിന്നെ തടിച്ചുരുട്ടിയിട്ട് പറഞ്ഞയക്കുന്ന ഒരു ലെവലിലേക്കാണ് ആ പാമ്പ് നടക്കുന്നത്. Beautiful. അവിടെ മാങ്ങായിട്ടില്ല? കിട്ടും, പക്ഷേ ഇങ്ങനത്തെ ടേസ്റ്റ്. എന്ത് മാങ്ങയാ കിട്ടുക? തായാണ്. കട്ടി മാങ്ങ, മുളക് പൊടിയും ഉപ്പിട്ട് കഴിക്കണ ടൈപ്പ് അല്ലേ? ആ മാങ്ങ കുഴപ്പമില്ല, പക്ഷെ ഈ അതില് ജ്യൂസ് ഒന്നും അടിക്കാൻ പറ്റില്ല, സ്വീറ്റ്നെസ് ഒന്നുമില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യൂ. സോ ലഞ്ച് പൂരി ബാജി. എനിക്കറിയാം നീ പാസ്ത ഉണ്ടാക്കാറുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നീ ഉണ്ടാക്കും പാസ്ത എന്ന് എനിക്കറിയാം, പക്ഷെ വൈറ്റ് സോസ്. ഞാൻ എന്റെ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് എന്താണ് ഇങ്ങനെ വരാൻ? എന്താവും? പിരിഞ്ഞു പോവും. പിരിഞ്ഞു പോയി പിന്നെന്താവും? സോസ് തന്നെ, പക്ഷെ ഇത് സ്റ്റിക്കി. This is the taste is lasting. I don't know why. Okay, എൻ്റെ favorite പൂരി ബാജി. Yes, this also I know how to make almost everything else. പക്ഷെ ഇത് വരില്ല. The closest I can get is maybe tortilla. അയ്യേ, പൂരി ഒന്നും നടക്കില്ല മുന്ന. നീ എന്താ ഈ പറയണത്? ആർക്കാണ് സമയം പരത്തി റെഡിയാക്കി പൂരി കഴിക്കാൻ? ഒന്നാമത്തെ കാര്യം മാവ് കുഴക്കണ്ടേ, അതിനൊന്നും നിൽക്കരുത്. അതൊക്കെ വീട്ടിൽ വരുമ്പോൾ ലക്ഷറി ആയിട്ടുള്ള രീതിയിൽ കഴിക്കുക എന്നല്ലാതെ എന്താണ് പറയുക, ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. എന്തായാലും ലെറ്റ് മീ മേക്ക് പൂരി ഫോർ യു. ചൂടുണ്ട്. ഇതാ പാലക്കാടൻ ഓംലെറ്റ്. This you taught me, so this is not like I missed it, but I have a feeling when I taste this I'm going to forget everything that I learned. ഞാനിത് Yeah, I don't know if it's the eggs, but this is much different to what I did. Because അരക്കണ ചമ്മന്തി ഇല്ലേ, പാലക്കാടൻ ചമ്മന്തി, ഉള്ളി സമ്മന്തി. But things have been following the same steps. ഉള്ളി സമ്മന്തി മെയിൻ ആയിട്ട് അവിടെ കിട്ടുന്ന ഉള്ളി വൈറ്റ് അല്ലേ, വൈറ്റ് ഓണിയൻ അല്ലേ കിട്ടുന്നത്. അപ്പോൾ നിനക്ക് മറ്റേ നമ്മുടെ ഇന്ത്യൻ ഓണിയൻസ് അല്ലല്ലോ, ഇത് ചെറിയ ഉള്ളി അല്ലേ, ഷാലറ്റ്സ് അല്ലേ വരുന്നത്. അതിന്റെ വ്യത്യാസമാണ്, നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, ഇളനീര് വെള്ളം വേണോ? Yes, but you made me smoothie yesterday. But yeah, I don't mind. ഇളനീര് വെള്ളം തരാം, സ്മൂതി വേറെ ഇളനീര് വെള്ളം വേറെ. Yeah, I'll have one. ഓക്കെ. അങ്ങനെ രാവിലെയും ഉച്ചയും കഴിഞ്ഞതിന് ശേഷം നീണ്ട 6 മാസത്തിന് ശേഷം അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് കിച്ചുനെ വിളിച്ചിട്ട് വന്നു. ആദ്യം തന്നെ നിങ്ങൾ റീൽസ് കണ്ടിട്ടുണ്ടാവും, ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. ആദ്യം തന്നെ അവൻ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഹൈറ്റാണ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയത്. പക്ഷേ ഈ ഒരു സ്നേഹം അത് ഒരു മോളായിട്ടിരിക്കുന്ന സിംഗിൾ ബോൺ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കുള്ള ആ ഒരു വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ അമ്മ എന്നുള്ള നിലയിൽ നമ്മളത് കാണുന്ന സമയത്ത് അത് കാണുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ ലെവലാണ്. അവർ ഹൈറ്റ് കമ്പയർ ചെയ്യലും അവരുടെ സന്തോഷം പങ്കുവെക്കലും എല്ലാം ഭയങ്കര സൂപ്പറായിരുന്നു. ആശാൻ പിറന്നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ പിറന്നാളിൽ കിട്ടിയിട്ടുള്ള കുറേ ഗിഫ്റ്റ് ഏട്ടന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വരണ സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നുമല്ലോ, വേൾഡ് കപ്പിൻ്റെ എന്തോ ഒരു സാധനം അവന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തമ്മിൽ ഗിഫ്റ്റുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യലും അവൻ്റെ റൂമിൽ ഗൗരവ് എന്ന് എഴുതി വെച്ചിട്ട് അവൻ്റെ അവകാശം സ്ഥാപിച്ചിരിക്കുന്ന വിവരം അവൻ അറിയിച്ചു കൊള്ളുന്നതും എല്ലാം ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വാച്ചിങ് സംഭവമായിരുന്നു. എന്താ വെച്ചാൽ ഇത് മുന്നട റൂമായിരുന്നല്ലോ, ഇത് മുന്നട റൂമായിരുന്നിട്ട്
ആണല്ലോ ആശാൻ ഇപ്പോൾ അതിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് റൂം മുന്നേക്ക് വേണ്ടി കൊടുത്തു. ബിക്കോസ് മറ്റേ ആൾ അതിൽ കംഫർട്ടബിൾ ആയി കഴിഞ്ഞു. അതിപ്പോൾ അവൻ്റെ റൂമായി. അപ്പോൾ ഗൗരവ് എന്നൊക്കെ അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ പെട്ടി ഒന്നും അവനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അനിയന് കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ ആശാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ രീതിയിലോ ഇല്ലെങ്കിൽ വേറെ ഗെയിംസോ വേറെ എന്തൊക്കെയോ ആണ് മനസ്സിൻ്റെ ഉള്ളിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതോ ഇവർ തമ്മിൽ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. ഏട്ടൻ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു, അനിയൻ കൺവിൻസ് ആവുന്നില്ല. വേൾഡ് കപ്പ് അതിലുണ്ട് ഇതിലുണ്ട് എന്ന് പറയാൻ നോക്കുന്നു. ഇതെൻ്റെ അല്ല, ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നു. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഏട്ടൻ്റെ അടുത്തുനിന്ന് ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം അതും ഞാൻ അവൻ്റെ മുഖത്ത് കണ്ടു. ബിക്കോസ് അതിനുശേഷം ഒരു ടോയ് ആണെങ്കിലും അവനത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സോ യെസ്, അത് ആയിരുന്നു അന്നത്തെ ദിവസത്തെ സംഭവം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം രാത്രി ഞാൻ വന്ന സമയത്തുണ്ടായ കോലാഹലങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് മേക്ക് ദ ഇന്റർനെറ്റ് വൈറൽ, ഓക്കെ, ദ ക്രോസോൺ, something which is related with these things. Okay, this has become very viral now. I always wanted to make, പക്ഷേ എൻ്റെ വിശപ്പ് ഇപ്പോൾ വരുമെന്ന് എനിക്കറിഞ്ഞില്ല. So all you need is ഒരു ക്രോസോൺ വേണം, ഫ്രഷ് ക്രീം, പിന്നെ ഇങ്ങനത്തെ ട്രയാങ്കിൾ ആയിട്ടുള്ള ചീസ്, പിന്നെ ചിപ്സ്, ഒമാൻ ചിപ്സ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്. ക്രോസോൺ എടുക്കുക, എന്നിട്ട് നമ്മൾ രണ്ടാക്കി കട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് രണ്ട് സൈഡ് കിട്ടി. ഈ രണ്ട് സൈഡിലേക്കും നമ്മൾ ഫ്രഷ് ക്രീം തേക്കുന്നതായിരിക്കും. ലൈക്ക് ദിസ്. ഓക്കെ, നമുക്ക് ക്ലീനായിട്ട് അപ്ലൈ ചെയ്യാം. ലൈക്ക് ദിസ്. ഓക്കെ, എന്നിട്ട് ഈ ചീസും കൂടി നമുക്ക് അതിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ രണ്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഫ്രഷ് ക്രീമും ഈ ചീസും നമ്മൾ സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് ചീസും സ്പ്രെഡായി. പിന്നെ ഒമാൻ ചിപ്സ് എടുത്തിട്ട് ഇതിൻ്റെ നടുവിലിടാം. ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ക്രോസോൺ റെസിപ്പിയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ട്രൈ ചെയ്തോളൂ. ഇവിടെ സമയം 11:45. അവൻ്റെ ജെറ്റ് ലാഗ് കാരണം അവന് വിശക്കുകയാണ്. സോ ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ഹിം. ഇനി നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യും. ഓക്കെ, നമ്മൾ ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മളിതിനെ കട്ട് ചെയ്യും. Okay, now you have a wonderful Oman chips mixed with ഒരു ഫ്രഷ് ക്രീം ആൻഡ് ചീസിൻ്റെ ഒരു ക്രോസോൺ നമുക്ക് മനുവിന് കൊടുക്കാം. ഇസ് ഇറ്റ് വർത്ത്? നമ്മൾ കണ്ട പോലെ, ഞാൻ കണ്ട പോലെയുള്ള ഹൈപ്പ് ഉണ്ടോ? What I'm saying is, it's nice, but I expected it to taste the exact how I was expecting it to taste. It's like, I don't know. It's like, it's nice. It's nice? Yeah, it is nice. It's വേണമെങ്കിൽ ഒരു പാക്കറ്റ് ചിപ്സും കൂടി ഇടണോ? മതി. നൈസ്. എന്തോ എല്ലാവരും പറയണു ന്യൂജെന്നിന് ഇങ്ങനത്തെ ഇത് ഇഷ്ടമാവും പറഞ്ഞിട്ടാണ് ഞാനിത് കണ്ടത്. അപ്പം നീ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്നാക്കിന് ഞാൻ നിനക്ക് തരാമെന്ന്. പക്ഷെ ഇപ്പം തന്നെ നീ കഴിക്കുന്ന ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നൈസ്. നിങ്ങളുടെ ജനറേഷനൊക്കെ ഇഷ്ടാവുന്നാ പറയണേ. അതെ, ഓക്കെ. സാധനങ്ങളൊക്കെ അവിടെ കിട്ടുമോ? ഒമാൻ ചിപ്സ് കിട്ടില്ല, അതിന് പകരം ഒരു ചിപ്സ് ആഡ് ചെയ്യാലോ. യാ, ഒരു നേരം പോണ സമയത്ത് കഴിച്ചിട്ട് പോവാം അല്ലേ? അപ്പോൾ സമയം എന്താണ്? 11:56. ഡ്യൂട്ടി ഇപ്പോൾ കഴിഞ്ഞിട്ടു. ആൻഡ് ഐ ആസ്ക്ഡ് യു ടു മേക്ക് സംതിങ്. അതെ,
അത് കഴിച്ച അച്ഛൻ, അത് അച്ഛനും വേണമെന്ന് പറയേ. ഈ ഷെഫിന്റെ കോട്ട്, ഈ ഷെഫിന്റെ ഡ്യൂട്ടി ഇതിങ്ങനെ കണ്ടിന്യൂ ആവും. But I'm very surprised you came up with this on the spot like quickly. Or you had the ingredients for it? നോ, ഞാനിന്ന് ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചു വെച്ചതാ. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നാളെ രാവിലെ സ്നാക്കിന് നമുക്ക് തരാം. ഇത് ഇഷ്ടപ്പെട്ടാൽ, എനിക്കറിയില്ല ഇത് എങ്ങനെയാവുമെന്ന്, അപ്പം അത് കണ്ടു ഇൻ്റർനെറ്റിൽ എന്ന് മാത്രം. അച്ഛയ്ക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചു. അച്ഛ വന്നിട്ട് എൻ്റെ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്കും ഇതുപോലെ ഉണ്ടാക്കുക പറയുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. അതാ. അപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമത്തത് ഉണ്ടാക്കിയ വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ട്രൈ ചെയ്ത് നോക്കൂ. ഒമാൻ ചിപ്സ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനി ചിപ്സ്, പൊട്ടാറ്റോ ചിപ്സും വെക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ആൾക്കാർക്ക് സെർവ് ചെയ്യുക. ഇത് ഭയങ്കര സൂപ്പറാണ് അത്രേ. ഓക്കെ, അവൻ കഴിച്ചോണ്ടിരിക്കണം. ജെൻസിക്ക് ഇഷ്ടത്രേ. ഞാനും ജെൻസിയാണ്. നിങ്ങളൊന്നും രാത്രി നിങ്ങളൊന്നും വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് കുറെ നേരമായി. രാത്രി 1 മണിക്ക് കഴിക്കാൻ പറ്റിയ സാധനം 12 മണിക്ക്. സംഭവം നന്നല്ലേ? ക്രിസ്പ് എന്താണ്? ചിപ്സ്, ഒമാൻ ചിപ്സ്. ഒമാൻ ചിപ്സ് അടിപൊളി. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാ. അവര് പറഞ്ഞു ജെൻസിയുടെ ഒരു ലേറ്റസ്റ്റ് അഡിക്ഷൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നോക്കിയപ്പോ ഇവന് ഇഷ്ടമുള്ളതല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഗ്രോസറി വാങ്ങിക്കുന്ന സമയത്ത് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് ഒരു 3 എണ്ണം വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് വിചാരിച്ചു ശരി നാളെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നും പറഞ്ഞു വന്നപ്പോണ്ട് ഇവൻ പുറത്തു പോയവനുണ്ട്, എനിക്ക് വിശക്കുന്നേ എന്നും പറഞ്ഞിട്ട് വരുന്നു. അപ്പൊ ഈ സമയത്ത് ഞാൻ അവൻ ഉണ്ടാക്കി കൊടുക്കാം. അവൻ അറിഞ്ഞിട്ട് പോലും ഇല്ല അത്. നാളെ അവനുണ്ടാക്കി കൊടുക്കണം. അതെ, അടിപൊളി. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോ സൂപ്പറായിട്ട് അത്ര. ഞാന് എന്തായാലും കഴിക്കുന്നില്ല, ബിക്കോസ് ഞാൻ 6:30 കഴിച്ച് നിർത്തി. ഞാൻ നിർത്തി. നിങ്ങളൊക്കെ കഴിച്ചോളൂ. ഇത്ര അഡിക്ഷൻ ആവുന്ന ഞാൻ അറിയില്ല. 2-3 ബ്രെഡ് വാങ്ങിക്കായിരുന്നു. ഫ്രഷ് ക്രീമും ആ ട്രയാങ്കിൾ ചീസും സ്പ്രെഡ് ചെയ്യുക. ഒന്നുമില്ല, ഞാനിപ്പോ ഇവന് പറഞ്ഞു കൊടുത്തു. ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ആക്കാം. പൊട്ടാറ്റോ ഇതെല്ലാം അവിടെ കിട്ടും. ഓൺലി തിങ് ഒമാൻ ചിപ്സ് ഉണ്ടാവില്ല, അതിന് പകരം പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. പിന്നെ അതാ ചിക്കു മിൽക്ക് ഷേക്ക്, അതും കുടിച്ചോളൂ. 12 മണിക്ക് ഭയങ്കരമായി. ഞാൻ ഇത് ഊരിട്ടെ. ഓക്കെ.